ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് മക്കളുടെ ലഞ്ച് ബോക്സ് റെസിപ്പിയും ഉച്ചയ്ക്കത്തെ ലഞ്ചിൻ്റെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ രാത്രി ഇപ്പോൾ ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഉച്ചയ്ക്ക് ഞാൻ ഒരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയത്. ചിക്കൻ കറി ഉണ്ടാക്കുന്ന ദിവസം ഞാൻ ഉടനെ ചൂടാറിയതിന് ശേഷം ഒരു ബോക്സിലാക്കി ഫ്രിഡ്ജിലേക്ക് വെക്കാറുണ്ട്. അല്ലെങ്കിൽ നമുക്കത് പിറ്റേന്നത്തേക്കൊന്നും ഉണ്ടാവില്ല കേട്ടോ. മക്കൾ കയറി ഇറങ്ങിയത് കഴിച്ച് തീർക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചിക്കൻ കറി ഞാൻ മാറ്റി വെച്ചിരുന്നു. വറുത്തരച്ച ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയത്. വറുത്ത തേങ്ങ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണത്. ഓൾറെഡി ഇവിടെ ഉണ്ട്, എൻ്റെ ഫ്രിഡ്ജിലുണ്ട്. അങ്ങനെ അതൊക്കെ അരച്ചൊഴിച്ച ചിക്കൻ കറി ആയിരുന്നു. അപ്പോൾ അതങ്ങനെ ഒരു ബോക്സിലാക്കി മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ അതിന് കോമ്പിനേഷനായിട്ട് ഒരു പാലക്കിൻ്റെ ഒരു റൈസാണ് ഉണ്ടാക്കുന്നത്. പാലക്ക് ഭയങ്കര ഹെൽത്തി ആണല്ലോ. ആ പാലക്ക കഴിക്കാനായിട്ട് മടിയുള്ള കുട്ടികൾ ഒക്കെ ആണെങ്കിൽ ഇത് നല്ലൊരു കോമ്പിനേഷനായിരിക്കും. ചിക്കൻ കറിക്കൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. പാലക്ക ഞാൻ നല്ലപോലെ ഒന്ന് വൃത്തിയായിട്ട് കഴുകി എടുക്കുന്നുണ്ട്. അതിലേക്കൊരു 4-5 വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി, 2-3 പച്ചമുളക്, എരിവ് ആവശ്യമുണ്ടെങ്കിൽ 2-3 എടുക്കാം. ഞാൻ ഒരെണ്ണം എടുത്തിട്ടുള്ളൂ. അത് നല്ലപോലെ മിക്സിയുടെ ജാറിൽ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. അങ്ങനെ റൈസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചതിന് ശേഷം അതിലേക്ക് ബട്ടർ, കുറച്ച് ഓയിൽ കൂടി മിക്സ് ചെയ്തില്ലെങ്കിൽ ബട്ടർ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ചെറിയ ജീരകം, പട്ട, ഗ്രാമ്പു, ഏലക്ക ഇട്ട് ഒരു സവാള ഇട്ട് നല്ലപോലെ വഴറ്റി കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇട്ടതിന് ശേഷം ഈ നല്ലോണം അരച്ച് വെച്ചിരിക്കുന്ന പാലക്കിൻ്റെ മിക്സ് അതിലേക്കിട്ട് നല്ലപോലെ എണ്ണ തെളിയുന്നത് വരെ വേവിച്ചെടുക്കണം. അതല്ലെങ്കിൽ നമ്മൾ പച്ചയായിട്ട് തന്നെയാണല്ലോ അരച്ചെടുക്കുക. അപ്പോൾ അതിൻ്റെ ഒരു റോ ടേസ്റ്റ് ഉണ്ടാകും. അപ്പോൾ അത് മാറുന്നത് വരെ, എണ്ണ തെളിഞ്ഞ് വരുന്നത് വരെ വെയിറ്റ് ചെയ്ത് നല്ലപോലെ വഴറ്റിയെടുക്കുക. ശേഷം നല്ലപോലെ എണ്ണ തെളിഞ്ഞ് വന്ന് അതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന അരി, ഞാനൊരു 1.5 ഗ്ലാസ് ജീരകശാല അരിയാണ് ആഡ് ചെയ്തത്. ഏത് റൈസ് വേണമെങ്കിലും എടുക്കാം. ജീരകശാല റൈസാണ്. ഞാൻ യൂട്യൂബിൽ സിലു ടോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫേമസ് യൂട്യൂബ് ചാനലുണ്ടല്ലോ, അതിൽ നിന്ന് കണ്ടിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. അതിൽ ലഞ്ച് ബോക്സ് റെസിപ്പി തന്നെയായിരുന്നു ഇത്. അപ്പോൾ അത് ഒന്ന് വഴറ്റി ഒരു 2-3-4 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇരട്ടി വെള്ളം വയ്ക്കുക. ഒരു ഗ്ലാസ്സിന് 2 ഗ്ലാസ് വെള്ളം തന്നെയാണ് കേട്ടോ ഞാൻ വെക്കാറ്. അല്ലെങ്കിൽ ചിലർ ഒരു ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളം വെക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്കത് വേവാത്ത പോലത്തെ ഒരു ഫീലിംഗ് ആണ് കേട്ടോ. ഞാൻ എപ്പോഴാണെങ്കിലും ഞാൻ 2 ഗ്ലാസ് ഡബിൾ ഇരട്ടി വെള്ളം തന്നെയാണ് എടുക്കാറ്. അങ്ങനെ 3 ഗ്ലാസ് ഒഴിച്ച് അത് ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. അങ്ങനെ അത് അടച്ചു വെച്ചു കേട്ടോ. അപ്പോൾ രാവിലത്തേക്കുള്ള ലഞ്ച് ബോക്സിനുള്ളതായിട്ടുണ്ട്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് വെള്ളയപ്പത്തിന് അരച്ചതും മുട്ടക്കറിയും ഓൾറെഡി ഉണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം രാവിലെ ആയിട്ടുണ്ട്, ഒരു 5:30 ഒക്കെ ആയിട്ടുണ്ട്. ഞാൻ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. മക്കൾക്ക് വെള്ളയപ്പം ചുട്ടെടുക്കുകയാണ് കേട്ടോ. ഞാനൊരു 3 മണിയൊക്കെ ആയപ്പോൾ എണീറ്റ് വെള്ളയപ്പത്തിൻ്റെ മാവെടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതല്ലെങ്കിൽ എണീക്കുമ്പോൾ ഭയങ്കര കട്ടിയാണെങ്കിൽ ഭയങ്കര പാടാണ് കേട്ടോ ഒഴിക്കാനും. ഭയങ്കര കട്ട പിടിച്ചിരിക്കുമ്പോൾ വെള്ളയപ്പം നമുക്ക് കറക്റ്റായിട്ട് റെഡിയായി വരില്ല. അപ്പോൾ നേരത്തെ തന്നെ മാവെടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചിക്കൻ കറിയും ചൂടാക്കി എടുക്കുന്നുണ്ട് വെള്ളയപ്പത്തിൻ്റെ കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ടും. മുട്ടക്കറി ഓൾറെഡി ഉണ്ടായിരുന്നു, അത് ഞാൻ എടുത്തില്ല. അപ്പോൾ ചിക്കൻ കറി ഉള്ളതുകൊണ്ട് അത് തന്നെ വെള്ളയപ്പത്തിനും കൂടെ കൊടുക്കുകയും ചെയ്യുക, കൊടുത്ത് വിടുകയും ചെയ്യാമല്ലോ എന്ന് കരുതി. ഒരാൾക്ക് രാവിലെ കറിയൊന്നും പറ്റില്ല കേട്ടോ. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് വളരെ നിർബന്ധമാക്കിയതുകൊണ്ടാണ് മക്കൾ കഴിക്കുന്നത്. പൊതുവേ ദുബായിലൊക്കെ ഗൾഫിൽ സ്കൂളുകളിൽ പോണ മക്കൾ
ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ ആയിരിക്കും കേട്ടോ പോകണം. കാരണം അത്രയും നേരത്തെ അല്ലേ അവർക്ക് വണ്ടിയൊക്കെ വരിക. അപ്പോൾ ഒന്നെങ്കിൽ ഒരു ഗ്ലാസ് പാൽ കുടിച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് സ്കൂളിലേക്ക് കൊടുത്തയക്കും, അങ്ങനെയൊക്കെയാണ്. പക്ഷെ ഞാൻ വളരെ സ്ട്രിക്റ്റായിട്ട് തന്നെ മക്കൾക്ക് ഫുഡ് കൊടുത്ത് ആ സമയത്ത് ശീലമാക്കിയത് കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ അവർ പോകാറില്ല. അപ്പോൾ സ്നാക്സായിട്ട് ഓറഞ്ചാണ് കേട്ടോ കൊടുത്തു വയ്ക്കുന്നത്. പിന്നെ നാട്ടിൽ നിന്ന് കുറച്ച് ചിപ്സ് കാര്യങ്ങളൊക്കെ കട ബ്രദർ വന്നപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ പാലക്കിൻ്റെ റൈസ് ഒന്നും കൂടി ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ ഓവനിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ അത് അപ്പോൾ ഒരാൾക്ക് നല്ലപോലെ ഗ്രേവി കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ് ചിക്കൻ കറിയുടെ, ഒരാൾക്ക് പീസ് മാത്രം മതി കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് അവർക്ക് കറി ഞാൻ പാക്ക് ചെയ്ത് കൊടുക്കുന്നത്. മൂത്ത ആൾ ചിക്കൻ കറി ഉണ്ടെങ്കിൽ പിന്നെ വേറെ ആൾക്ക് യാതൊരു പ്രശ്നമോ അല്ലെങ്കിൽ അതെന്താ ഇതെന്താ ഒന്നും ചോദിക്കില്ല. പക്ഷെ രണ്ടാമത്തെ ആൾക്ക് ഭയങ്കര ഫുഡിനോട് ഒട്ടും തീരെ താല്പര്യമില്ല. എന്ത് കൊടുത്താലും ഇതെന്തിനാ വെച്ച് അതെന്തിനാ വെച്ച് ഫുള്ള് കംപ്ലൈൻറ്റുകളായിരിക്കും കേട്ടോ. പക്ഷെ എന്നാലും ഈ റൈസ് ഇവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അവർക്ക് നല്ലപോലെ ഇഷ്ടമായിട്ടുണ്ട്. ലഞ്ച് ബോക്സ് നല്ല കാലിയാക്കിയിട്ട് തന്നെയാണ് വന്നത്. അപ്പോൾ 1.5 ഗ്ലാസ് ഇട്ടത് കൊണ്ട് തന്നെ റൈസ് തിരിച്ച് വന്നപ്പോഴും ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് വന്നപ്പോഴും അതുണ്ടോ ഈ റൈസ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് തന്നെയാണ് കേട്ടോ വന്നത്. അതിൽ നിന്ന് കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു കേട്ടോ ഇന്നത്തെ ലഞ്ച് ബോക്സ്. അങ്ങനെ മക്കളവിടെ ഫുഡ് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഒരാൾ ചിക്കൻ കറിയൊക്കെ കൂട്ടി കഴിക്കും, മറ്റേ ആൾക്ക് രാവിലെ കറിയൊന്നും പറ്റില്ല കേട്ടോ. ഒന്നെങ്കിൽ തേങ്ങാപ്പാൽ, മധുരമുള്ള തേങ്ങാപ്പാലോ അല്ലെങ്കിൽ പഞ്ചസാര കൂട്ടിയാണ് എന്താണെങ്കിലും കഴിക്കാറുള്ളത്, ദോശയാണെങ്കിലും. പിന്നെ ആൾക്ക് ഏറ്റവും ഇഷ്ടം പാൻ കേക്കാണ് കേട്ടോ ഹാറൂന്. അപ്പോൾ പക്ഷേ മറ്റേ ആൾക്ക് പാൻ കേക്ക് ഇഷ്ടമല്ല. അപ്പോൾ ഒരാൾക്ക് ഇഷ്ടമുള്ളത് ഒരാൾക്ക് ഇഷ്ടമല്ല. അപ്പോൾ അങ്ങനത്തെ ഇൻ്റർനാഷണൽ പ്രശ്നങ്ങളാണ് കേട്ടോ ഇവിടെ നടക്കുന്നത്. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ പാക്ക് ചെയ്ത് കുറച്ചൊന്ന് ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ ഞാൻ പിള്ളേരെ കൊണ്ട് തന്നെയാണ് ബാഗിലേക്ക് എടുത്ത് വെപ്പിക്കാറ്. പിന്നെ ഞാൻ തന്നെ എടുത്ത് വെക്കുന്നുണ്ട്. അങ്ങനെ പിള്ളേരൊക്കെ പോയി കുറച്ച് നേരം ഞാൻ ഒന്നുകൂടി ഒന്ന് കിടന്നുറങ്ങിയിട്ട്. അപ്പോൾ കുഞ്ഞ് എണീറ്റിട്ടില്ല. അങ്ങനെ ഞാൻ ഒന്ന് ബാൽക്കണിയിൽ വന്നതാണ്. അപ്പോൾ എപ്പോൾ നോക്കിയാലും ഇപ്പോൾ 2 പ്രാവുകൾ ഇവിടെ ഇങ്ങനെ വന്നിരിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കിച്ചണിലാണെങ്കിൽ കിച്ചണിൻ്റെ വിൻഡോയുടെ അവിടെ ഞാൻ കുറച്ച് അരിയൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കൊട്ടയിൽ വന്നിരിക്കുന്നുണ്ട്. ഇനി മുട്ടയിടാനാണോ എന്താണെന്ന് അറിയില്ല. അങ്ങനെ നമുക്കും വിശന്ന് തുടങ്ങി. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് മുട്ടക്കറി ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വെള്ളയപ്പം മുട്ടക്കറിയും കൂടി അങ്ങനെ കഴിക്കുന്നുണ്ട് ഞാൻ. ഒരു 8:30 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ശരിക്കും എനിക്ക് രാവിലെ കുട്ടികൾ പോയിട്ട് ഒരു ഉച്ച വരെയുള്ള സമയമാണ് കേട്ടോ ഫ്രീ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫുൾ ഹറിബറി ആയിരിക്കും. പിള്ളേർ വന്നു കഴിഞ്ഞാൽ അവരെ കരാട്ടെ ക്ലാസ്സിന് വിടണം, അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പഠിപ്പിക്കാനിരുത്തണം, അത് കഴിഞ്ഞ് ഡിന്നർ ഉണ്ടാക്കണം, പിറ്റേന്ന് സ്കൂളിലേക്കുള്ള ഫുഡ് റെഡിയാക്കണം. അപ്പോൾ രാത്രി ഫുള്ള് എനിക്ക് കുറച്ച് ഭയങ്കര തിരക്ക് തോന്നാറുണ്ട് എല്ലാം കൂടി ഒരുമിച്ച്. അത് കഴിഞ്ഞ് രാവിലെ ഒരു ഉച്ച വരെ നമുക്ക് റിലാക്സ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഉച്ചക്കത്തേക്ക് പാലക്കിൻ്റെ കുറച്ച് ബാലൻസും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതൊരു തോരനാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ച് കടുകൊക്കെ പൊട്ടിച്ച് പാലക്കിൻ്റെ തണ്ടിട്ട് ആദ്യം വഴറ്റി കൊടുക്കുന്നുണ്ട്. അതിലേക്ക് തേങ്ങ, ചെറിയ ജീരകം, 2 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം സവാള അല്ലെങ്കിൽ ചെറിയ ഉള്ളി ജസ്റ്റ് ഒന്ന് ഒതുക്കിയിട്ട്
ഈ തണ്ടിൻ്റെ കൂടെ ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ ചെറുതായി അരിഞ്ഞ് വെച്ച് പാലക്കിൻ്റെ ചീരയും കൂടി ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. ഒട്ടും വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഈ ചീരയിൽ നല്ല വെള്ളമുള്ള ചീരയാണ് കേട്ടോ. നല്ല വെള്ളം അതൊന്ന് ചൂടായി വരുമ്പോൾ തന്നെ വെള്ളം പുറത്തേക്ക് വരും. പിന്നെ ഈ കാണുന്ന അത്രയും ക്വാണ്ടിറ്റി ഉണ്ടാവില്ല കേട്ടോ, പകുതി ഉണ്ടാവുള്ളൂ. സാധാ ചീര പോലെ തന്നെയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ പാലക്ക്. എനിക്ക് പരിപ്പിട്ട് കറി വെക്കുന്നതും പിന്നെ ഇതേപോലെ തോരൻ വെക്കുന്നതൊക്കെ ഇഷ്ടമാണ്. പിന്നെ ലഞ്ച് ബോക്സിലേക്കുള്ള റെസിപ്പി ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ചോറിന് ഞാൻ തോരനും ചോറും മാത്രമേ വെച്ചിട്ടുള്ളൂ. കാരണം തലേദിവസത്തെ മീൻകറിയും ഉണ്ടായിരുന്നു. പിന്നെ മോന് മീൻകറി മാത്രമേ ഉള്ളൂ എങ്കിൽ മൂത്ത ആൾ പ്രശ്നം ഉണ്ടാക്കട്ടെ. അപ്പോൾ അവന് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ ചുട്ട പുളിച്ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത്. സവാളയും കൊല്ലമുളകും കൂടി നമ്മൾ ഒന്നെങ്കിൽ വെറുതെ പാനിലിട്ട് ചുട്ടെടുക്കുക, അല്ലെങ്കിൽ കോലിൽ കോർത്തിട്ട് ഗ്യാസിൽ ജസ്റ്റ് ചുട്ടെടുത്തതിന് ശേഷം പുളിയും ഉപ്പിട്ടിട്ട് നല്ലപോലെ മിക്സിയിൽ അരച്ചെടുത്തതാണ് കേട്ടോ. നല്ല ചമ്മന്തിയാണ്. മോനിക്ക് അതുണ്ടെങ്കിൽ പിന്നെ വലിയ പ്രശ്നമില്ല കേട്ടോ, മിണ്ടാതെ കഴിച്ചോളും. രണ്ടാമത്തെ ആൾക്ക് എന്ത് ഉണ്ടായാലും ഇല്ലെങ്കിലും ആൾക്ക് ഫുഡേ വേണമെന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആൾക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ ഒരു അടിപൊളി ലഞ്ചിന് ശേഷം പിന്നെ ഞാൻ വൈകിട്ടാണ് കേട്ടോ വീഡിയോ എടുത്തത്. അപ്പോൾ എനിക്ക് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് ഇവിടെ അടുത്ത് തന്നെ. ഞങ്ങൾ ഇടയ്ക്ക് ഒന്ന് പുറത്തിറങ്ങി ഒരു ചായ കുടിക്കലൊക്കെ ഉണ്ട് കേട്ടോ. അത് ഭയങ്കര ഒരു റിലാക്സ് തന്നെയാണ്. ഇക്കായും ഒന്നും ഇല്ലാത്ത സമയത്ത് അവരായിട്ട് കുറച്ച് നേരം ഇരുന്ന് കുറച്ച് നേരം സംസാരിക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു റിലാക്സിങ് ആണ്. അപ്പോൾ ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരം അവിടെ ഇരുന്നു. അങ്ങനെ ബാങ്ക് കൊടുക്കുന്ന സമയമായപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ പാലക്കിൻ്റെ 2 റെസിപ്പീസ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ട്രൈ ചെയ്യുക. ഭയങ്കര ഹെൽത്തിയാണ്, കുട്ടികൾക്കൊക്കെ നല്ലൊരു റെസിപ്പി കൂടിയാണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഓക്കെ, ബൈ, താങ്ക് യു.